തുടക്കത്തിൽ നമ്മുടെ ബഹുമാന്യനായ CPM പ്രതിനിധി പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ഏറ്റുപറയുകയാണ്. ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, പക്ഷേ അമ്മ തൊട്ട് എത്തിയതുമില്ല എന്നൊരവസ്ഥയിലാണ് PV അൻവർ ഇപ്പോൾ നിൽക്കുന്നത്. അൻവർ എഫക്റ്റ് എന്നും അൻവർ ഫാക്ടർ എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് അൻവറിന് യാതൊരു വിലയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് ഇന്നലെ വരെ പറഞ്ഞെങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പ്രതിനിധിക്കെതിരായി സംസാരിച്ചപ്പോൾ കോൺഗ്രസും തഴയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുന്നത് കോൺഗ്രസ് ആണോ അൻവറാണോ? BJPക്ക് നിലമ്പൂരിൽ ഏതു തരത്തിൽ ഇടപെടാനായി സാധിക്കും? BJPയുടെ നിലപാടെന്താണ്? ഇതുവരെയും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിട്ടില്ല, സംശയത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആദിത്യ, BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. അവിടെ NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. അവിടുത്തെ NDAയുടെ പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും ദേശീയത ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും വോട്ട് ചെയ്യാനൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. എങ്കിലും ഞങ്ങൾ അവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം മൂന്നാമത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ വരുന്നത്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, രാഹുൽ ഗാന്ധി മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോകുന്നു, അവരുടെ സഹോദരി വരുന്നു, വീണ്ടും അതിനുശേഷം ഇപ്പോൾ ഈ നിലമ്പൂരിൽ ഇത് മൂന്നാമത്തെ ഒരൊറ്റ വർഷത്തിനുള്ളിൽ തന്നെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. മാത്രവുമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നല്ല എന്ന് പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഞങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ 17,000-ൽ പരം വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. അത് ഏകദേശം അതിൽ നിന്നും വോട്ടുകൾ ഒരു 5,000-ഓ 10,000-ഓ വോട്ടുകൾ ഞങ്ങൾ കൂട്ടിച്ചേർത്ത് നല്ലൊരു പ്രകടനം ഞങ്ങൾ അവിടെ കാഴ്ചവെച്ചിരിക്കും. ജയിക്കുമെന്നൊന്നും പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എങ്കിലും നല്ലൊരു പ്രകടനം ഞങ്ങളവിടെ കാഴ്ചവെച്ചിരിക്കും. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം. നമ്മളൊന്ന് നോക്കൂ ആദിത്യ, ഈ കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഗതികേട് നമ്മൾ ആലോചിക്കണം. ഇവിടെ മുൻ MP ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആ വിഷയം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇവരുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകം, രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കളിയാക്കിയത്, അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഏറെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ, ഇന്ദിരാഗാന്ധിയുടെ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അവരെയൊക്കെ പുച്ഛിക്കുന്ന നിലവാരത്തിൽ ഇദ്ദേഹം പറഞ്ഞൊരു വാചകം ഒരു ചാനൽ ചർച്ചയിൽ പോലും പറയാൻ കഴിയാത്ത നിലവാരത്തിൽ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് ഒരു പൊതു സദസ്സിൽ വിളിച്ചു പറഞ്ഞൊരു വ്യക്തിത്വമാണ് ഈ അൻവർ. ആ അൻവറിന്റെ പുറകെ ഇവരിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് നോക്കണമേ, ഈ അൻവർ എന്ന് കോൺഗ്രസിനെ അല്ലെങ്കിൽ CPM-മായി തെറ്റുന്നോ ആ ദിവസം സെക്ഷൻ 135A പ്രകാരവും സെക്ഷൻ 125 പ്രകാരവും അന്നത്തെ UDF-ന്റെ കൺവീനർ ആയിരുന്ന MM ഹസൻ ഇതേ അൻവറിനെതിരെ കേസ് കൊടുത്തിരുന്നു. ആ കേസ് ആരും അറിയാതെ ഇവർ പിൻവലിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയെ തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല, രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെല്ലാം കൈയടിക്കുമെന്ന് പറയുന്നൊരു നിലവാരം. നോക്കൂ, ഞാൻ പറയുന്നു, കേരളത്തിൽ കരുണാകരനെ പോലെയൊക്കെയുള്ള ഒരു ആർജവത്വമുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ കിടന്നു പോടാ, നീ നിന്റെ പണി നോക്കടാ എന്ന് പറയാൻ കഴിയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ എങ്കിലും ഒരു നേതാവിനെ കേരളത്തിൽ കോൺഗ്രസിൽ കാണാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവരെ ഓർത്ത് ലജ്ജ തോന്നുകയാണ്. ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയും ഇല്ലാത്തൊരു മനുഷ്യൻ. ഇയാള് ഇവരുമായി ബന്ധപ്പെട്ട് നിന്നു. ഞാൻ CPM-നെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുകയല്ല, എങ്കിലും ഈ ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ ഒരു പങ്ക് കിട്ടാത്തവൻ അതിൽ നിന്ന് വഴക്കുകൂടി ഇറങ്ങി വരുന്ന പോലെ ഇദ്ദേഹം ചില വിഷയത്തിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് മീഡിയ പ്രസൻസ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ സംഘപരിവാർ വിരുദ്ധത പറഞ്ഞാൽ കൂടെ കൂടുക, അങ്ങനെ ഒരു വിഷയം വന്നപ്പോ ഇയാൾ പോലീസിനെ സംഘപരിവാർ വൽക്കരിച്ചുകൊണ്ട് അതൊന്നൊരു വിഷയമേ അല്ല, ആക്ച്വലി അതൊരു വിഷയമല്ല, ഇയാളും പോലീസുമായിട്ടുള്ള ചില വ്യക്തിപരമായ ഈഗോ ആണ് ഇതിന്റെ എല്ലാം പിന്നിൽ. എങ്കിലും ന്യൂനപക്ഷങ്ങളെയും കേരളത്തിലെ മാധ്യമങ്ങളെയും കയ്യിലെടുക്കാൻ വേണ്ടി ഇദ്ദേഹം സംഘപരിവാർ വൽക്കരണവും ഇല്ലാത്ത തൃശൂർ പൂരം കലക്കലൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വരികയാണ്. ഇപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന അവസ്ഥയിൽ ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ വീണുപോയിരിക്കുന്നു. മാത്രമല്ല, ഈ എന്ത് കണ്ടിട്ടാ ഇവർ അൻവറിന്റെ പുറകെ പോകുന്നതെന്ന് കൂടെ ഒരൊറ്റ മിനിറ്റ് ആദിത്യ, എന്ത് കണ്ടിട്ടാ? ഒരൊറ്റ മാസം മുമ്പ് അൻവറിന്റെ സ്ഥലം ഇരിക്കുന്ന സ്ഥലത്തെ തഹസീൽദാര് ഒരു നിയമം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. 6 ഏക്കർ സ്ഥലം അൻവറിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കണം. അനധികൃതമായി സർക്കാർ ഭൂമി അൻവർ കയ്യേറിയിരിക്കുന്നു. ഇങ്ങനെ അഴിമതിയുടെ കയ്യാളായ ഒരു മനുഷ്യനെ കൂടെ കൂട്ടാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിന്റെ, നോക്കൂ, ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ അവസാന വാക്കുള്ള ഒരാളായ
KC വേണുഗോപാൽ പോലും ഫ്ലൈറ്റ് പിടിച്ചു വന്ന് അൻവറിന്റെ വീട്ടിൽ പോയി ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു പാർട്ടി വരുന്നത് ലജ്ജാകരമാണെന്ന് മാത്രമാണ് എന്റെ പ്രിയ സുഹൃത്ത് JS അഖിലിനോട് കൂടെ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്.